ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തുവന്നു. അതിനുശേഷം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. വി. മുരളീധരൻ പക്ഷക്കാരെ മുഴുവനായിട്ട് ഒഴിവാക്കി എന്നുള്ളത്. എടുത്ത ഭൂരിഭാഗം പേരും പി.കെ. കൃഷ്ണദാസ് പക്ഷവും അതുപോലെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെ താല്പര്യമുള്ളവരുമാണെന്നാണ്. ഈ പുതിയ പട്ടികയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഈ പുതിയ പട്ടിക ഇത്തരത്തിലുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി.ജെ.പി എന്ന് പറയുന്നൊരു പാർട്ടിയെക്കുറിച്ച് സശ്രദ്ധം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും കാണില്ല. ഷിബിലി പറയുന്നത് പോലെ മറ്റേ വി. മുരളീധരൻ കെ. സുരേന്ദ്ര പക്ഷത്തെ മുഴുവൻ ഒഴിവാക്കി, അതിനുശേഷം പി.കെ. കൃഷ്ണദാസിനോട് ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ എടുത്തു. അതൊക്കെ നമുക്ക് പറയാവുന്ന ആരോപണങ്ങളാണ്. കാരണം ഇപ്പം 4 ജനറൽ സെക്രട്ടറിമാർ, അതാണ് വലിയ പോസ്റ്റ്. ആ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒന്ന് തീർച്ചയായിട്ടും അനൂപാണ്. അത് നമുക്കറിയാം. ഇവിടെ ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് അനൂപ്. എന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ തന്നെയായിരുന്നു. പക്ഷേ അതിലേറ്റവും പ്രധാനികളായിട്ടുള്ള 2 പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ രണ്ടാമത്തേത് M.T. രമേശുമാണ്. അപ്പോൾ ഈ M.T. രമേശ് ശോഭാ സുരേന്ദ്രനും നല്ല സംഘാടകരാണ്. അവർ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിന് വോട്ടാകർഷിക്കാൻ കഴിയുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എവിടെയാണെന്ന് വെച്ചാൽ ബി.ജെ.പിയെ അഖിലേന്ത്യാ തലത്തിൽ കൃത്യമായി നിരീക്ഷിച്ചാൽ ഇപ്പം ഡൽഹിയിൽ ആരാണ് ഷിബിലി മുഖ്യമന്ത്രിയായിട്ട് വന്നത്? ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നത് ഒരു പുതിയ വനിതയാണ്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ആരും അറിയാത്ത ഒരാൾ പെട്ടെന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി വന്നു. അപ്പോൾ ബി.ജെ.പി ഇപ്പം കഴിഞ്ഞ തവണ കെ. സുരേന്ദ്രനെയും അതുപോലെ വി. മുരളീധരനെയും ഒക്കെ ഏതാണ്ട് 10 കൊല്ലത്തോളം വലിയ അപ്രമാദിത്വം അവരുടെ ഗ്രൂപ്പിനുണ്ടായിരുന്നു. ആ ഗ്രൂപ്പാണ് വലിയ തോതിൽ വോട്ട് ഷെയർ വളർത്തിയത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. അവർക്ക് ഏറ്റവും അടിത്തട്ടിൽ വരെ തന്നെ കൃത്യമായിട്ടുള്ള അനുയായികളുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ നിലമ്പൂരിൽ സർവേ നടത്തിയപ്പോൾ പോലും ഷിബിലിക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബി.ജെ.പിയെ സംബന്ധിച്ചോളം അത് യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ ലൈൻസ് ബാങ്കും സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കും കൂടി ലയിച്ചപ്പോൾ, ആ ലയിക്കുമ്പോൾ ഷിബിലി അറിയേണ്ടത് അന്ന് ഈ ഒരു ബാങ്കിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരാളെ നിഷ്കരണം പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ നല്ല പെർഫോമറാണ്, ആ ബാങ്കിൻ്റെ തലപ്പത്തിരിക്കും. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ലയിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു കൾച്ചർ ഉൾക്കൊള്ളാൻ ഇയാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഏതാണ്ട് എൻ്റെ ഓർമ്മയിലെടുത്ത് പറഞ്ഞാൽ 20 കോടിയോളം രൂപ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടത്. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾ അത്തരത്തിലുള്ള നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത പല നിലപാടുകളും എടുക്കും. അതേപോലെ തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ തവണ അതായത് 2024 വരുമ്പോൾ ഏതാണ്ട് 11 മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ബി.ജെ.പിക്ക് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ 140 എണ്ണത്തിൽ 11 എണ്ണത്തിൽ കൃത്യമായ മുൻതൂക്കം ഉണ്ട്. ഏതാണ്ട് ഒരു 18-19 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 30ഓളം സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു 3 പേരുടെയും തമ്മിലുള്ള ഫൈറ്റാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10 സീറ്റുകളെങ്കിലും നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് രാജീവ് ചന്ദ്രശേഖരന് ഫ്രീ ഹാൻഡ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഹാൻഡ് പിക്ക് ചെയ്യാം, ആരെ വേണമെങ്കിലും എടുത്ത് വെക്കാം. നിങ്ങൾക്ക് പ്രതീഷ് വിശ്വനാഥനെ പോലും ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി പെർഫോം ചെയ്യണം. എങ്ങനെ പെർഫോം ചെയ്യണം? തിരുവനന്തപുരം നഗരസഭ പിടിക്കണം, തൃപ്പൂണിത്തുറ നഗരസഭ പിടിക്കണം. അപ്പോൾ ഇതുപോലെ നിരവധി നഗരസഭകൾ ഇപ്പോൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ നഗരസഭകൾ അവർ പിടിക്കണം. പാലക്കാട് അടക്കമുള്ള നഗരസഭകൾ നിലനിർത്തണം. അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള നേട്ടം ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബി.ജെ.പിയുടെ നേതാക്കന്മാരാരും അധികാരത്തിലേക്കൊക്കെ വരാത്തതുകൊണ്ട് അവർക്ക് വലിയ തോതിലുള്ള മറ്റേ അഴിമതി ആരോപണങ്ങളോ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അവരെക്കുറിച്ചും കൂടുതൽ പേരെക്കുറിച്ചും താഴെത്തട്ടിൽ പറയാൻ ഇല്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്താ? രണ്ടാമത്തെ ചലഞ്ച് ഞാൻ പറഞ്ഞ പോലെ 30ഓളം മണ്ഡലങ്ങളിൽ വലിയ കൃത്യമായിട്ടുള്ളൊരു ഫൈറ്റ് കാഴ്ചവെക്കുകയും അതിലൊരു 10 എണ്ണമെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 5 മുതൽ 10 വരെ സീറ്റുകളെങ്കിലും വിജയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചുമതല. ആ ചുമതലയിലേക്ക് നിയോഗിക്കപ്പെടുന്നയാൾ അതിനു മുമ്പ് ചെയ്ത പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയും വിറകുവെട്ടിയും നിന്നവരെയൊക്കെ തന്നെ പരിഗണിക്കണം എന്നു യാതൊരു നിർബന്ധവുമില്ലാത്ത ആളാണ് ആര്? ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹം അതിഗംഭീരമായ പ്രവർത്തനം നടത്തുകയും ചെയ്തത്. അതുകൊണ്ടാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത് അത്തരത്തിലുള്ളൊരു കമ്മിറ്റീനെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ അത് ഗ്രാസ് റൂട്ട് ലെവലിലും ഇനി പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് ആരെയാണോ വേണ്ടത് അതാണ് ചെയ്തിട്ടുള്ളത്. അതിലാകെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റാണ്, ഷോൺ ജോർജിനെ കൂടി ജനറൽ സെക്രട്ടറി ആക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഷോൺ ജോർജിനെ ആക്കിയില്ല. പക്ഷെ എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ പോകുന്നിടത്തെല്ലാം ഷോൺ ജോർജ് കൂടെ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കൂടെ പിടിച്ചുകൊണ്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ വിവിധ മേഖലകളിൽ ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് വൽക്കരണമാണ് യഥാർത്ഥത്തിൽ ഇതിലും നടത്തിയിട്ടുള്ളത്. പക്ഷെ അത് ഇവിടുത്തെ മാത്രം രീതിയല്ല, എല്ലാ സ്ഥലങ്ങളിലും BJP എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ആളുകളെ ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാനയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ടാണല്ലോ പുതിയ മുഖ്യമന്ത്രിനെ ഏറ്റവും അവസാനം അവരോധിച്ചത്. എന്താ കാര്യം? ഭരണവിരുദ്ധ വികാരം കുറക്കാനായിട്ടാണ്. അപ്പോൾ ആരെയാണോ തങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് മാത്രമേ BJP നോക്കാറുള്ളൂ. അതിൻ്റെ പ്രതിഫലനമാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ അത് ഞാനിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയി എനിക്ക് ഒരു 50 ഉദാഹരണം ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്താണെന്നറിയോ? ഇതിൻ്റെ ഏറ്റവും വലിയ വീഴ്ച എവിടെയാണെന്ന് വെച്ചാൽ വി മുരളീധര പക്ഷത്തെയോ കെ സുരേന്ദ്രൻ്റെ പക്ഷത്തെയോ ഒക്കെ മാറ്റി നിർത്താനാണ് പറഞ്ഞേക്കുന്നത്. ഒരു തമാശ കൂടി പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പറയുന്ന BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ പുള്ളിയുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് പേര് വിട്ടുപോയി, നമ്മുടെ സന്ദീപ് വാര്യർ, നമ്മുടെ സുഹൃത്താണ്, പേര് വിട്ടുപോയതിന് ക്ഷമിക്കണം. അപ്പോൾ സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കണത് കെ സുരേന്ദ്രനെയൊക്കെ യോഗത്തിനെന്നല്ല കല്യാണത്തിന് പോലും വിളിക്കരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖരൊക്കെ കൊടുത്തേക്കുന്ന നിർദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവരെ ഒഴിവാക്കി നിർത്തുന്നു. പക്ഷെ ഇവരെ ഒഴിവാക്കി നിർത്തുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കുഴപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവരെ നിയമിച്ചിട്ടുള്ള 30ഓളം വരുന്ന മണ്ഡലം, അതായത് 30ഓളം വരുന്ന ജില്ലാ പ്രസിഡന്റുമാരാണ് BJPക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ആരൊക്കെ തങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ജില്ലകൾ തോറും സഞ്ചരിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു കാര്യം. അവർ നിൽക്കാത്തവർക്കെതിരെ വീണ്ടും നടപടികൾ എടുക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഇവരെത്രത്തോളം പാലം വലിക്കും താഴെത്തട്ടിൽ എന്നുള്ളത് മാത്രമേ നമ്മളിനി നോക്കിയിരുന്ന് കാണേണ്ടതുള്ളൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലം വലിക്കൽ എളുപ്പമല്ല. കാരണം അത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ മത്സരിക്കുന്നതാണ്. അവിടെ ചെന്ന് ഏതെങ്കിലും നേതാവ് പെട്ടെന്ന് പാലം വലിക്കാൻ എളുപ്പത്തിൽ നടക്കുന്ന കാര്യം അല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥി പട്ടിക ഞാൻ ഇന്നലെ വിശദമായി നോക്കിയതാണ്. ഇതിൽ 50% ഒരു പക്ഷേ കേരളീയ സമൂഹത്തിൽ ഒരു വരേണ്യവർഗം എന്നൊക്കെ വിളിക്കാവുന്ന അല്ലെങ്കിൽ ഒരു നായർ കമ്മ്യൂണിറ്റിക്കൊക്കെ വലിയ തോതിലുള്ള പ്രാധാന്യം ഉണ്ട്. നമ്മൾ തന്നെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഈഴവ നായർ മത്സരമായി മാറുന്നു എന്നൊക്കെയാണ്. അതിലാകെ ഇപ്പോൾ പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഈഴവ സ്ത്രീക്ക് നേരത്തെ അവരെ പുറത്താക്കിയിരുന്നതുകൊണ്ട് അവർക്ക് വലിയ തോതിലൊരു പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ അതിനെ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പാർട്ടികൾ, രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീം അതിനെ നേരിടുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഈ ദളിത് പ്രാതിനിധ്യം, ഇഴവ പ്രാതിനിധ്യം, അതുപോലെ തന്നെ വനിതകളുടെ പ്രാതിനിധ്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയിപ്പോൾ പോഷക സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരെ പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും BJPക്ക് ജയിക്കാം. അപ്പം നമ്മളിപ്പോൾ മല്ലികാർജുൻ ഖാർഗെനെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റാക്കി ഇരുത്തിയതുകൊണ്ട് നാളെ മുതൽ ദളിത് പിന്നോക്ക ജനവിഭാഗം മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യുമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ടീമിനെ ഇലക്ഷനിൽ ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയെ മുഴുവനായും തന്നെ കൃത്യമായി അഖിലേന്ത്യാ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ അറിയാവുന്നതിൻ്റെ 20% മാത്രമേ വീഡിയോയിൽ പറയാറുള്ളൂ ഷിബില്. അതുപോലെ 20% പറഞ്ഞാൽ അഖിലേന്ത്യാ നേതൃത്വത്തോട് ഇത്തരത്തിലൊരു ഫ്രീ ഹാൻഡ് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ ചുമതല ഏറ്റത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഏതാണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. ഇവിടെയുള്ള നേതാക്കന്മാരെ ഒന്നും വിശ്വസിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുമായിട്ടാണ്, PR ടീമുമായിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിരുന്നത്. വലിയ തോതിൽ ഇദ്ദേഹം പണം ചെലവഴിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം ഇവർക്കിപ്പോൾ ഉണ്ട്. ആ വിമർശനങ്ങളും അദ്ദേഹം കഴിഞ്ഞ തവണ അമിത്ഷായെ കണ്ട്, ഇന്നിപ്പോൾ അമിത്ഷാ കേരളത്തിലുണ്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം, കഴിഞ്ഞ ദിവസം അദ്ദേഹം അമിത്ഷായെ കണ്ട് കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു ഫ്രീ ഹാൻഡ് മേടിച്ചിരുന്നൊരു കാര്യം, തിരഞ്ഞെടുപ്പിന് ഞാൻ വലിയ അത്ഭുതങ്ങൾ ഇവിടെ കാണിക്കാം, ഞാൻ ജയിപ്പിക്കാം, പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ പുറകിൽ നിന്ന് കാലെ പിടിച്ച് വലിക്കാൻ പോകുന്ന നിരവധി ആളുകൾ കേരളത്തിൽ BJPയിലുണ്ട്. BJPയെ കുറിച്ച്, കേരളത്തിലെ ആളുകളെ കുറിച്ച് യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ നേതൃത്വത്തിന് അറിയാം.
ഇവിടെ നിന്ന് ഇതിൻ്റെ പേരിൽ വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും സാമ്പത്തികമായി പല കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റുകയും ചെയ്തിട്ടുള്ള ആളുകളാണെന്നൊക്കെ അറിയാം. അപ്പോൾ എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ BJPയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ഒരൊറ്റ ആവശ്യമുള്ളൂ. അത് പല സംസ്ഥാനങ്ങളിലും അവർ അധികാരത്തിൽ വന്നേക്കുന്നത് 10%, 15% വോട്ടുണ്ടായിരുന്നതിൽ നിന്ന് പെട്ടെന്ന് അവർ 35% വോട്ടുകൾ ഉയർത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർ അപ്പുറത്തുള്ള ഒരു പാർട്ടിയും നേതാക്കളെയും അങ്ങനെ തന്നെ BJPയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കാണിക്കാൻ കഴിയാത്തൊരു ഏരിയയിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരാളെ വെച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ചിട്ടകളോടുകൂടി മുന്നോട്ട് പോയാൽ വളരെ കൃത്യമായ ഭരണം കിട്ടുമെന്ന് അമിത്ഷാ വിചാരിക്കുന്നു. നരേന്ദ്രമോദിയും അത് തന്നെ വിചാരിക്കുന്നു. നരേന്ദ്രമോദി ഈ വിഷൻ നേരത്തെ കാണാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറും നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുണ്ടുടുക്കണം എല്ലായ്പ്പോഴും എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. അത് എന്തിനായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴല്ല, രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാകുമ്പോൾ പറഞ്ഞ ഉപദേശമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തിനായിരിക്കും എന്ന് ഉപദേശിച്ചാൽ മതി. പിന്നെ കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും ഒക്കെ അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്, ഇപ്പോൾ ഷാജന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കാലെ പിടിച്ച് വലിക്കൽ എത്ര എളുപ്പമുള്ള കാര്യം അല്ല. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ ഷീലി? എന്താ? കർണാടകത്തിൽ നിന്നാണ് വന്നത്. ആദ്യം ജനതാദളിൻ്റെ രാജ്യസഭ MP ആയിരുന്നു ആര്? ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. ആരായിട്ട് ഡീൽ ചെയ്തതെന്നറിയാമോ? ദേവഗൗഡയായിട്ടാണ്. മനസ്സിലായ? അപ്പം ദേവഗൗഡ മുതൽ കർണാടകത്തിലെ നിരവധി നേതാക്കളുമായിട്ട് ഡീൽ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നേതാക്കളൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യം അല്ല. സാർ ഇതിനിടയിൽ പറയുകയുണ്ടായി പണമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ ആരോപണങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്നുള്ളത്. അതെന്താണെന്ന് പറയാം. നേരത്തെ BJPയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ മാസ ചെലവുകൾ എന്ന് പറയുന്നത് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, ഞാനിപ്പോൾ അത്ര ആധികാരികമാണെന്ന് പറയുന്നില്ല, പറയാൻ പറ്റാത്തതിന് ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഷിബിലിക്ക് അറിയാമല്ലോ, കഴിഞ്ഞ തവണ നമ്മൾ മാരാർജി ഭവനിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെന്ന ഒരാളുകളാണ്. അവിടെ ഒരു 25-40 ലക്ഷം രൂപയുടെ ഇടയ്ക്ക്, ഒരു 30-40 ലക്ഷം രൂപയുടെ ഇടയ്ക്കാണ് ചെലവുകൾ ഉണ്ടായിരുന്നത്. ആ ചെലവുകൾ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധികാരമായിട്ടിടത്തോടുകൂടി ഏതാണ്ട് 1.5 കോടി രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അതിൻ്റെ കാരണം വരുന്ന നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ തന്നെ താമസമൊരുക്കുകയും വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാണ്. ഈ ആരോപണമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരിക. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചിട്ടുണ്ടാവുമ്പോൾ ഇവിടെ എത്ര ചിലവ് കുറവാണെന്നായിരിക്കും. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അതാണ് ഞാൻ ഷിബിലിയോട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് കർണാടകത്തിൽ നിന്നാണ്. ഒരു MP ആയി മത്സരിക്കണമെങ്കിൽ തന്നെ ഏതാണ്ട് 100 കോടി രൂപ ഒരു മണ്ഡലത്തിൽ വേണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. പണ്ട് നമ്മുടെ ഇവിടെയുള്ള മറ്റേ MP രാജേഷ് എന്ന് പറയുന്ന, നമുക്കറിയാമല്ലോ, ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം പണ്ട് നേരത്തെ MP ആയിരുന്നു. അപ്പോൾ MP ആയി ലോക്സഭയിൽ ചെല്ലുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടി എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ രാജേഷ് പറഞ്ഞു, എൻ്റെ ഇന്ന് ഇൻവെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് ശരിയാണോ നമുക്കറിയില്ല, പക്ഷേ എൻ്റെ ഇതിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അതെങ്ങനെ സാധ്യമാകും? നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വരുമ്പോൾ ഒരു MP ആകണമെങ്കിൽ മിനിമം ഇത്ര കോടിയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം വലിയ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം കാശ് കൊടുത്തിട്ടാണ് MP സ്ഥാനം മേടിച്ചിട്ടുള്ളത്, സീറ്റ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ സാധ്യമാകും എന്നുള്ളത് അയാൾ അത്ഭുതത്തോടുകൂടി MP രാജേഷ് എടുത്ത് ചോദിച്ചു തോന്നി. അങ്ങനെ ഒരു രാജ്യമുണ്ടോ, അങ്ങനെ ഒരു സംസ്ഥാനമുണ്ടോ, അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ 1.5 കോടിയൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചോളം വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം, ഒരു ഈഴവ വോട്ട് ബാങ്കുകളിൽ 38% BJPക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ ഈ പറയുന്ന നേതൃത്വ നിരയെ പ്രതിഷ്ഠിക്കുമ്പോൾ അതിൽ വലിയ ഒരു നായർ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ആളുകളുടെയൊക്കെ ഒരു 50% വരുന്ന ആളുകൾ അതിൽ നിന്നാണ് എന്ന് പറയുന്ന ഒരു വിമർശനത്തെയൊക്കെ അദ്ദേഹം നേരിടേണ്ടി വരും. അതിന് കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള ഒരു പാനൽ അദ്ദേഹം തയ്യാറാക്കേണ്ടി വരും. ഇപ്പോൾ സന്ദീപ് വാചസ്പതി അടക്കം ശിവശങ്കർ അടക്കമുള്ള ആളുകൾ, മറ്റ് ഈ പറയുന്ന മാധ്യമ ചർച്ചകൾക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെ, പത്മനാഭൻ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിലക്കുകയും പകരം ഇനി മറ്റു ഒരു ടീമിനെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായി പ്ലാൻ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഹോംവർക്ക് ചെയ്യാതെ പണ്ട് BPL എന്ന് പറയുന്ന മറ്റേ കമ്പനി തുടങ്ങിയത് മുതൽ അദ്ദേഹം ഏത് പണിക്കും കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്ന ഒരാളാണ്. ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അതേപോലെ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം ഇതിൽ വന്നിട്ടുള്ളത്. ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്ലാൻ ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. അതിൽ ആരെയൊക്കെ വെക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊരു സംശയമില്ല. എന്താണെങ്കിലും 2026 തെരഞ്ഞെടുപ്പ് വരെ രാജീവ് ചന്ദ്രശേഖരന് പകരം മറ്റൊരാളെ വെക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും മൂക്കുകയറിടുകയോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല.
ഇനി കോടികളൊക്കെ ഒഴുകി പോകുന്നതിലും BJPക്ക് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നിസ്സാരമായ കാര്യമാണ്. അഖിലേന്ത്യാ നേതൃത്വത്തിനെ സംബന്ധിച്ചോളം അതിഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് ഇവിടെ നടക്കും. ആ വർക്ക് അശ്രാന്ത പരിശ്രമമായിരിക്കും നടക്കുക. ആ പരിശ്രമത്തിനൊടുവിൽ ഏറ്റവും ഒടുവിൽ അവർ ഏറ്റവും കുറഞ്ഞത് എയിം ചെയ്യുന്ന ഒരു 10 MLA-മാരെങ്കിലും ഉണ്ടാവുക. 2031 10 MLA-മാരുണ്ടാവുക. അടുത്ത തവണ ഗംഭീരമായിട്ടുള്ള പ്രതിപക്ഷമായി അവരെ മാറ്റുക. അടുത്ത തവണ 2031 വരുമ്പോൾ ഭരണം പിടിക്കുക എന്നുള്ളതായിരിക്കും ചുമതല. ചിലപ്പോൾ ഭരണം പിടിക്കാൻ ഇനി വേറെ ആരെങ്കിലും ഇതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പരീക്ഷിക്കാനൊന്നും BJP മടിക്കില്ല.